സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഫ്രൈഡ് റൈസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കൂടെ അതിൻ്റെ കൂടെ എഗ്ഗും വെജിറ്റബിൾസും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുട്ട ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇതാ അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ സോട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മളെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി, പിന്നെ ബീൻസ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി അത് വാടുമ്പോൾ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകും കൂടെ ഇട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടിടാം കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനും, ഈ ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വിസിലടിച്ചെടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് പൊരിച്ചും എടുക്കാം. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പൊരിച്ചാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇപ്രാവശ്യം കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചാണ് എടുത്തത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഗൈസ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സോയാ സോസും ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും പിന്നെ വേണമെങ്കിൽ നിങ്ങളെ കണക്കിനനുസരിച്ച് കുരുമുളകും, ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒന്നുമില്ല, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അടിപൊളി സിമ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട.